ഞാൻ ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടത് ഒരുപക്ഷെ വടകരയുടെ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്കോ അല്ലെങ്കിൽ ആ പദവിയുടെ പേരിലോ ആയിരിക്കുമെങ്കിലും ഞാനിവിടെ നിൽക്കുന്നത് പട്ടാമ്പി MES സ്കൂളിലെ പഴയ വിദ്യാർത്ഥിയുടെ മനസ്സോടെയാണ് എന്നുള്ളത് ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പം കണ്ട എൻ്റെ ശ്രീലേഖ മിസ് അന്ന് എന്നെ ബയോളജി പഠിപ്പിച്ചപ്പോൾ ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും ടീച്ചർക്കും സംശയങ്ങളുണ്ടാവാം. പക്ഷേ ഒരു അധ്യാപിക എന്നുള്ള നിലക്ക് ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചിരുന്ന, മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു പ്രസൻസ് ആണ് ഇപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കപ്പാസിറ്റിയിൽ ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത് എന്ന് കാണുമ്പോൾ, മലയാളം പഠിപ്പിച്ച കൃഷ്ണ മിസ്സിനെ കാണുമ്പോൾ, അറബി പഠിപ്പിച്ച ഫാത്തിമ മിസ്സിനെ കാണുമ്പോൾ, ശ്രീജ ടീച്ചറെ കാണുമ്പോൾ, പഠിപ്പിച്ച അനേകം അധ്യാപകരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുന്നത് അവർ പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാനും ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുന്നു. ടെക്നോളജി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മേഖലയുടെ ചലഞ്ചസിനെ സംബന്ധിച്ച് കാര്യഗൗരവത്തോടെ ലോകം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ക്ലാസ് റൂംസ് ആകെ മാറുന്നുണ്ട്, ടീച്ചിങ് ആകെ മാറുന്നുണ്ട്. ക്ലാസ് റൂമിൻ്റെ ക്യാരക്ടറും സ്വഭാവവും അടുത്ത 10 വർഷം എന്താവും എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഇനി 10 വർഷം കഴിയുമ്പോൾ ക്ലാസ് റൂം എന്ന കൺസെപ്റ്റ് തന്നെ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ നമുക്ക് ആർക്കും ഇല്ല. ഇൻഫർമേഷൻ ആയിരുന്നു ടീച്ചേഴ്സ് നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയൊന്നും ഒരു കാലത്തും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ആ ഇൻഫർമേഷൻ തരാൻ ഇന്ന് ഒരുപാട് ആധുനിക സങ്കേതങ്ങൾ ഉണ്ടാകുമ്പോൾ, സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ടീച്ചർ എന്നുള്ളത് റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അതല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് ഈ ഹാളിലേക്ക് കടന്നു വന്ന് ഈ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പേ എൻ്റെ ടീച്ചർമാരെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്: ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനും ടീച്ചർ എന്ന പോസ്റ്റും അതിനെ സംബന്ധിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇറ്റ് ഈസ് ഇർറിപ്ലേസബിൾ. നിങ്ങളെ മാറ്റിമറിക്കാൻ, ഇല്ലാതാക്കാൻ ഒരു സംവിധാനത്തിനും കഴിയില്ല, ഒരു സാങ്കേതിക വിദ്യക്കും കഴിയില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതിലിപ്പം ടെക്നോളജിയുടെ മാറ്റങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം അക്കൗണ്ടിങ് ആണെങ്കിലും, ഒരു വർക്ക്ഷീറ്റിൻ്റെ കാര്യമാണെങ്കിലും, ഒരു ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, ഫോട്ടോസിന്തസിസ് ഒരു 10 രൂപത്തിൽ 10 സെക്കൻഡ് കൊണ്ട് വിവിധ പാറ്റേണിൽ പഠിപ്പിക്കാനൊക്കെ അതിൻ്റെ ഇൻ്റലിജൻസ് ഫാക്ടറിന് AI കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ്റെ വിപ്ലവം നിങ്ങളുടെ മുമ്പിൽ വളരെ തിരക്കിട്ട ക്ലാസ് റൂമിൽ നിന്ന് മറ്റൊരു ക്ലാസ് റൂമിലേക്ക് ഓടുന്ന ഒരു ടീച്ചറെക്കാളും ചിലപ്പം ബെഡ്റൂമിൽ തനിച്ചിരിക്കുമ്പോൾ 6 ഇഞ്ച് സ്ക്രീനിൽ വേണ്ടത് എന്താണെന്ന് അടിച്ചു നോക്കുന്ന കുട്ടിയുടെ മുമ്പിൽ വിവരങ്ങൾ തരാൻ ചിലപ്പോൾ സാങ്കേതിക വിദ്യക്ക് കഴിഞ്ഞെന്ന് വരാം, ഒരു സംശയവും വേണ്ട. ആ വിവരങ്ങൾ തരാൻ സാങ്കേതിക വിദ്യക്ക് കഴിയുമ്പോഴും മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന രണ്ടാമത്തെ കുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു വാട്ടമുണ്ടെന്ന് അറിയാൻ AIക്ക് കഴിയില്ല. അത് അധ്യാപികയ്ക്കേ കഴിയൂ, അധ്യാപകനെ കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ കുട്ടി കഴിഞ്ഞ 3 ദിവസമായി ഈസ് നോട്ട് ഡൂയിങ് ഗുഡ്, ഈസ് നോട്ട് ഡൂയിങ് വെൽ, അവൻ എന്തോ കുഴപ്പമുണ്ട്, മാറ്റി നിർത്തി ഒന്ന് ചോദിക്കാം എന്ന് ഒരു അധ്യാപികയ്ക്കേ തോന്നുകയുള്ളൂ. അവിടെ അതിൻ്റെ ഒരു ഹ്യൂമൻ എലിമെൻ്റ് ഉണ്ട്, അതാണ് ഇർറിപ്ലേസബിൾ ആവുന്നത്. ടെക്നോളജിയെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ടെക്നോളജി ഉയർത്തുന്ന ചലഞ്ചസിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ ഒരു ഹ്യൂമൻ എഫക്റ്റിനെ, ഹ്യൂമൻ സൈഡിനെ, അതിനെ ആർക്കും മാറ്റിമറിക്കാനും സാധിക്കില്ല എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട. നമ്മളെല്ലാവരെയും ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരുമിച്ചിരുത്തുന്നതിന് ഇക്കാലഘട്ടത്തിൽ കാരണക്കാരനായ പ്രിയപ്പെട്ട ഫസൽ ഡോക്ടർ, നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ മലയാളക്കര പതിറ്റാണ്ടുകളായി ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന, ഒരിക്കലും പ്രായമാവാത്ത ഒരു സാന്നിധ്യം ഈ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട്. ആദ്യം കണ്ട കാഴ്ചയിൽ നമ്മളെ ഇംപ്രസ് ചെയ്ത ആ കാഴ്ചകൾ ഇപ്പോഴും നിറം മങ്ങാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അനേകം അഭിനയ മുഹൂർത്തങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച മഹാനായ കലാകാരൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നിങ്ങൾക്കറിയാം, ചിരിയിലൂടെ തുടങ്ങി ചിന്തയും അതുപോലെ തന്നെ വില്ലത്തരങ്ങളും എല്ലാം ആ
അഭിനേതാവിനെ മറന്ന് കഥാപാത്രത്തിന്റെ ഇംപ്രഷൻ നമ്മുടെ ഉള്ളിലേക്ക് തന്ന ഒരാൾ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ അതിന്റെ ഇരട്ടി മധുരം എന്ന് പറയുന്നത് ആ ഒരാളും ഒരു അധ്യാപകനാണ് എന്നുള്ളതാണ്. പ്രിയങ്കരനായ ജഗദീഷ് ചേട്ടൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഈ വേദിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാക്കി മാറ്റുന്നു. അദ്ദേഹത്തെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. എനിക്ക് ഡോക്ടർ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് നിൽക്കുന്ന കാലം തൊട്ട് ഡോക്ടർ പറഞ്ഞിരുന്ന ഡോക്ടറുടെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും. ഫസൽ ഡോക്ടർ, അബൂബക്കർ ഡോക്ടർ അന്ന് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം, നിങ്ങളുടെ രാജ്യത്തോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും നാടിനോടാണെങ്കിലും കൂറ് പുലർത്താൻ മനസ്സുള്ള വിദ്യാർത്ഥികളായി വളർന്നു വരണമെന്നുള്ളൊരു വാക്ക് അന്ന് ഞങ്ങളുടെ പട്ടാമ്പി സ്കൂളിൽ ആ വാക്ക് ശ്രീലേഖ മിസ്സിന് ഓർമ്മയുണ്ടാവും. ആ വാക്ക് കുറെ പറഞ്ഞിട്ടുള്ളൊരാണ്. ഇപ്പോൾ ഡോക്ടറെ പോലുള്ള ആളുകൾ നമ്മളോടൊപ്പം വേദിയിലുണ്ട്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല, സമയം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഇർറിപ്ലേസബിൾ ഫാക്ടറാണ് അധ്യാപകർ എന്നുള്ള കാര്യത്തിന് ഒരുപാട് തെളിവൊന്നും വേണ്ട. നമുക്ക് ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ജോലിയെ ചാലഞ്ചിങ് ആക്കി മാറ്റും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലും ചിലപ്പം നമുക്കത് റെസിസ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ വിരൽ തുമ്പിൽ 6 ഇഞ്ച് സ്ക്രീനിൽ ലോകത്തെ ഏത് വിവരവും നിമിഷ നേരത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഈ വിപ്ലവം ക്ലാസ് മുറികളുടെ സ്വഭാവത്തെ ആകെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു ടീച്ചറിലേക്ക് ചെല്ലാൻ ഒരു വിദ്യാർത്ഥിക്ക് കഴിയുന്നത്, ഒരു വിദ്യാർത്ഥി ഞാൻ പറഞ്ഞ് ഗുരുമുഖത്ത് നിന്ന് കേട്ടിരുന്ന അറിവുകളുടെ കാലത്ത് നിന്ന് ഇന്ന് ഗുരുവെന്ന കൺസെപ്റ്റ് തന്നെ ഇല്ലാത്ത തരത്തിൽ അറിവ് നമ്മളിലേക്ക് പകർന്നു വന്നുകൊണ്ടിരിക്കുന്ന, അറിവിന്റെ വിസ്ഫോടനം നമ്മുടെ ചുറ്റുവട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തും നമ്മളിലെ ആ ഒരു ഹ്യൂമൻ എഫക്റ്റിനെ നിലനിർത്താൻ ഒരു അധ്യാപകയ്ക്ക് എത്രത്തോളം കഴിയുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പട്ടാമ്പി MESലെ ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്കൂളുകളുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രാക്ടീസ് മാച്ചിനടുത്ത് എൻ്റെ ലൈനും ലെങ്ത്തും കറക്റ്റാണെന്ന് ഞാൻ അറിയാതെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അക്ബർ അലി സാർ എന്ന PT സാറിൻ്റെ ഓർമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ അറിഞ്ഞാൽ അതെൻ്റെ പെർഫോമൻസിൻ്റെ ഓവർ കോൺഫിഡൻസിന് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് അതെന്നോട് പറയാതിരുന്ന ഒരാൾ. ഞാൻ ഓപ്പണിംഗ് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് വേണ്ട, നിനക്ക് 5 ഡൗൺ ആണ് നല്ലതെന്ന് പറയുമ്പോഴും അതല്ല, ഓപ്പണിംഗ് തന്നെ ഇറങ്ങണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു മാച്ചിന് എൻ്റെ തന്നെ ഇഷ്ടത്തിന് ആ തീരുമാനം വിട്ടിട്ട് ഞാൻ അവിടെ ഫെയിലിയർ ആവുമ്പോൾ അതിലെന്നെ കുറ്റപ്പെടുത്താതെ നമുക്ക് 5 ഡൗണിലേക്ക് മാറി നോക്കാമെന്ന് പറഞ്ഞ് ഫൈനലിൽ ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആവാൻ എനിക്ക് പ്രചോദനമായ, എൻ്റെ സ്കൂളിനെ ജയിപ്പിക്കാൻ എനിക്ക് പ്രചോദനമായ ഒരു അധ്യാപകന്റെ എഫക്റ്റ് സാങ്കേതിക വിദ്യക്ക് നൽകാൻ കഴിയില്ല. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് എക്സേ എഴുതാൻ പറഞ്ഞപ്പോൾ ഇതെന്തോ മനുഷ്യന്റെ ഭക്ഷണശീലത്തെ സംബന്ധിച്ചുള്ള പഴഞ്ചൊല്ലാണെന്ന് എഴുതി വെച്ച വിദ്യാർത്ഥിയെ അങ്ങനെ ചേർത്ത് പിടിച്ച് വായനയുടെ ലോകത്തേക്ക് കടക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച മലയാളം അധ്യാപികമാർ ഇവിടെയുണ്ട്. ലൈബ്രറി ചെന്ന് കരഞ്ഞപ്പോൾ കരയേണ്ട വിഡ്ഢിത്തം എഴുതിപ്പോയതാണെങ്കിലും അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്തത് വായിക്കാത്തോണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ വിഡ്ഢിത്തം കഷ്ണം കടലാസ് കീറി എറിഞ്ഞ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് 2 പുസ്തകം വെച്ച് തന്ന് ഓരോ ആഴ്ചയിലും ആ പുസ്തകം വായിച്ച് തിരിച്ചു കൊടുത്തിട്ട് അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ വീണ്ടും പുസ്തകം തന്നിട്ട് അവസാനം എസ്സേ റൈറ്റിംഗിന്റെയും എക്സ്റ്റംബറുടെയും പേര് കൊടുക്കേണ്ട സമയം എന്നപ്പോൾ എൻ്റെ മോൻ അതിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കുറ്റിപ്പുറത്ത് വെച്ച് നടന്ന MESന്റെ സ്റ്റേറ്റ് മത്സരത്തിൽ മലയാള പ്രസംഗത്തിൽ 1ാം സമ്മാനം ഷാഫി P എന്ന് വിളിച്ചു കേട്ടപ്പോ അതിന് കാരണമായ ഞങ്ങളുടെ ലൈബ്രറിയനായിരുന്ന കോമളം മിസ്സിന്റെ എഫക്റ്റ് ഒരു സാങ്കേതിക വിദ്യക്കും തരാൻ കഴിയില്ല എന്നുള്ളത് അനുഭവം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ മലയാളം പഠിപ്പിച്ച ബിന്ദു മിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിപ്പോ ഇവിടെ ഇല്ല, കൃഷ്ണ മിസ് ഇവിടെ ഉണ്ട്. അപ്പൊ അവരെപ്പോലുള്ള ആളുകളുടെ എഫക്റ്റ് എന്താണെന്ന് ലൈഫിൽ ഇപ്പൊ അറിയുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പാർലമെന്റ് മെമ്പറായിട്ടോ നിയമസഭയുടെ മുൻ സാമാജികനായിട്ടോ ഒന്നുമല്ല, പട്ടാമ്പി MA സ്കൂളിലെ ഇതേ നീലയും വെള്ളയും അണിഞ്ഞ് അവിടെയുള്ള പുറകിലെ ബെഞ്ചിലിരിക്കുമ്പോൾ ഞാൻ എന്നെ വിശ്വസിച്ച് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എന്നെ വിശ്വസിച്ച അധ്യാപകരാണ് എൻ്റെ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വളർച്ചയുടെ കാരണം എന്ന് പറയുന്നത്. സോ ഐ ക്യാൻ സേ ദാറ്റ് ഐ എം നോട്ട് സ്പീക്കിംഗ് ഡൗൺ ടു എ പ്രൊഫഷൻ. ഞാൻ അധ്യാപനം എന്നുള്ളൊരു പ്രൊഫഷനോടല്ല സംസാരിക്കുന്നത്. ഐ ആം സ്പീക്കിംഗ് അപ് ടു ദ പീപ്പിൾ ഹു മെയ്ഡ് മീ. എന്നെ സൃഷ്ടിച്ച ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധവും എനിക്കുണ്ട്. അതുകൊണ്ട് അധ്യാപകർ തുടരും, ടീച്ചർ തുടരും, അത് മാഷ് തുടരും. അതേത് സാങ്കേതികത്വം വന്നാലും അത് തുടരുക തന്നെ ചെയ്യും. അത് തുടരാൻ പ്രചോദനമായിട്ട് ഇത് മാറട്ടെ. MESന്റെ 60 വർഷം എന്ന് പറയുന്നത് 60 വർഷത്തെ കണക്കല്ല, അത് 60 ജനറേഷൻസിന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദോസ് പീപ്പിൾ ഹു കെയിം കൺഫ്യൂസ്ഡ് വെന്റ് ഔട്ട് കേപ്പബിൾ ബിക്കോസ് ഓഫ് യു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കാരണം, ഈ പ്രസ്ഥാനം കാരണം, അതുപോലെ തന്നെ ഈ പറയുന്ന അധ്യാപകർ കാരണം
അവരുടെ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത ഈ വലിയ സമൂഹത്തിന് ഈ നാടിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും. MES തുടങ്ങുന്ന കാലത്ത് ഗഫൂർ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ട സ്വപ്നങ്ങളെ ഇന്ന് പൂർത്തീകരിക്കുന്ന തരത്തിൽ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ വളർച്ചയിലും, ഇതുവരെയും നടന്ന എല്ലാ വളർച്ചയിലും ചെറുതും വലുതുമായ ഓരോ പങ്കാളിത്തം വഹിച്ച മുഴുവൻ വ്യക്തികളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ LKGയിൽ ചെന്ന് കയറുമ്പോൾ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണം കാക്ക കൊണ്ടുപോകാതിരിക്കാൻ ഞങ്ങളെ ഒരു വടിയുമെടുത്ത് ഞങ്ങൾക്ക് കാവൽ നിന്ന ചിന്നച്ചേച്ചിക്കും മാളുചേച്ചിക്കും ശോഭേച്ചിക്കും ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ ഉൾപ്പെടെയുള്ള പങ്കാണ് ഈ വളർച്ചയിൽ ഉണ്ടായത്. അത് തുടരുക തന്നെ ചെയ്യട്ടെ. അത് തലമുറകൾക്ക് ഇനിയും അറിവ് പകർന്ന ഒന്നായി മാറട്ടെ. പ്രിയങ്കരനും ബഹുമാന്യനുമായിരുന്ന KSBA തങ്ങളെ, പട്ടാമ്പി MES സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം എത്ര സെൽഫ്ലെസ് ആയിട്ടാണ് ആ സ്കൂളിനെ ഈ ആധുനികവൽക്കരണത്തിന് അദ്ദേഹം എടുത്തിരുന്ന തീരുമാനങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് എത്രത്തോളം പിൽക്കാലത്ത് കരുത്തായി മാറിയിട്ടുണ്ട് എന്ന് അതും പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തെ കൂടെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട ഫസൽ ഡോക്ടറോട് ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന്, അദ്ദേഹത്തോട് ഇണങ്ങും പിണങ്ങും തർക്കിക്കും, പിന്നെ പലപ്പോഴും വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഒരു MES സ്റ്റുഡൻ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാടിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ വിശ്വസിച്ച് വളർന്നു വരുന്ന ആളുകളുടെ വേദിയായി നമ്മുടെ കലാലയങ്ങൾ മാറണം എന്നുകൂടെ കരുതുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ഫസൽ ഗഫൂർ ഡോക്ടറെ ഏറെ ആദരവോടെയാണ് ആ മേഖലയിലെ സംഭാവനകളെ നോക്കിക്കാണുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു വൺ ആൻഡ് ഓൾ.